എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ സംഭവിച്ചത് ക്രിക്കറ്റ് ചരിത്രം ഇന്നുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരു വലിയ അത്ഭുതമാണ്. ഇന്ത്യ വീണ്ടും ലോകവിജയികളായി മാറിയ ആ നിമിഷത്തിൽ മൈതാനത്ത് അലയടിച്ച വികാരങ്ങളുടെ അണ പൊട്ടിയൊഴുകുന്ന വേലിയേറ്റത്തിൽ അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ ഈറനണിഞ്ഞു. എന്നാൽ കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ നെഞ്ചകം പിളർക്കുന്ന ഏറ്റവും ഹൃദയസ്പർശിയായ രംഗം അരങ്ങേറിയത് ഈ യുവനിരയുടെ അടിത്തറ പാകിയ മുൻ നായകനും ഇന്ത്യൻ ക്രിക്കറ്റിലെ സ്വന്തം ഹിറ്റ്മാനുമായ രോഹിത് ശർമ്മയ്ക്ക് തന്റെ കണ്ണുനീർ അടക്കി നിർത്താൻ കഴിയാതെ വന്നപ്പോഴാണ്. ഈ അവിശ്വസനീയ വിജയത്തിനു ശേഷം മൈതാനത്തിന് നടുവിൽ നിയന്ത്രണം വിട്ട് ഭുക് ഭുക് എന്ന് പൊട്ടിക്കരയുന്ന രോഹിത്തിനെയാണ് ലോകം കണ്ടത്. സഞ്ജു സാംസൺ ഓടിയെത്തി രോഹിത്തിന്റെ കാൽ തൊട്ട് വന്ദിച്ച രീതിയും സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു നൽകിയ വലിയ ആദരവും ഓരോ ഭാരതീയന്റെയും ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. ഇന്നത്തെ ഈ പ്രത്യേക വീഡിയോയിൽ രോഹിത് ശർമ്മയുടെ വികാരഭരിതമായ ആ വാക്കുകളും വിജയത്തിനു ശേഷമുള്ള ഇതുവരെ കാണാത്ത ആ അപൂർവ ദൃശ്യങ്ങളും ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. അതിനാൽ ഈ വികാരനിർഭരമായ യാത്ര നമുക്ക് തുടങ്ങാം. അഹമ്മദാബാദിലെ ആ ബൃഹത്തായ ചരിത്രപ്രസിദ്ധമായ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ അവസാന പന്തിൽ ന്യൂസിലൻഡിന്റെ അവസാന വിക്കറ്റും വീഴുകയും ഇന്ത്യയുടെ ലോക വിജയത്തിന്മേൽ ഔദ്യോഗികമായി മുദ്ര പതിക്കപ്പെടുകയും ചെയ്ത ആ നിമിഷം ആകാശമുട്ടെ ഉയർന്ന് സ്റ്റേഡിയത്തെയാകെ പ്രകമ്പനം കൊള്ളിച്ച ഒരു വലിയ ആവേശ തിരമാലയാണ് ഉയർന്നത്. എന്നാൽ ആ ബഹളങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഇടയിലുമെല്ലാം ക്യാമറ കണ്ണുകൾ തറച്ചുനിന്നത് അവസാന നിമിഷങ്ങൾക്കായി ഡഗൌട്ടിൽ വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന ടീം ഇന്ത്യയുടെ മുൻ നായകനും ഹിറ്റ്മാനുമായ രോഹിത് ശർമ്മയിലായിരുന്നു. വിജയമുറപ്പിച്ച നിമിഷം തന്നെ സന്തോഷം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ രോഹിത് മൈതാനത്തേക്ക് ഓടിയെടുത്തു. എന്നാൽ ഏതാനും ചുവടുകൾ വെച്ചപ്പോഴേക്കും വികാരങ്ങളുടെ വലിയൊരു വേലിയേറ്റം അദ്ദേഹത്തെ ഗ്രസിക്കുകയും പെട്ടെന്ന് മൈതാനത്തിന് നടുവിൽ തന്നെ മുട്ടുകൂത്തി അദ്ദേഹം വീണുപോവുകയും ചെയ്തു. രോഹിത് തന്റെ രണ്ട് കൈപ്പത്തികളും കൊണ്ട് മുഖം പൂർണ്ണമായും മറച്ചു. അദ്ദേഹം പൊട്ടിക്കരയുകയാണെന്ന് അദ്ദേഹത്തിന്റെ വിറയ്ക്കുന്ന ചുമലുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. രോഹിത്തിന്റെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങിയ ആ കണ്ണുനീർ കേവലം വിജയത്തിന്റെ സന്തോഷം കൊണ്ടുള്ളതായിരുന്നില്ല, മറിച്ച് വർഷങ്ങളായുള്ള നീണ്ട തപസ്സിന്റെയും 2023 ഇതേ മൈതാനത്ത് വെച്ച് ഏറ്റുവാങ്ങിയ ഉണങ്ങാത്ത മുറിവിന്റെ വേദനയുടെയും തന്റെ അപൂർണമായ ലോകകപ്പ് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ആ വലിയ വെപ്രാളത്തിന്റെയും അടയാളമായിരുന്നു അത്. അവിടെ സന്നിഹിതരായിരുന്ന 1.25 ലക്ഷം കാണികളുടെയും കണ്ണുകളെ ഈറനണിയിക്കുന്നതായിരുന്നു ആ ഹൃദയഭേദകമായ കാഴ്ച. മുഴുവൻ ഹിന്ദുസ്ഥാനും തങ്ങളുടെ നായകന്റെ ആ വേദനയും ആശ്വാസവും ഒരേപോലെ അനുഭവിച്ചറിയുകയായിരുന്നു. ഈ ചരിത്രപരവും വികാരഭരിതവുമായ നിമിഷങ്ങൾക്കിടയിലാണ് ഈ മഹാഫൈനലിലെ ഏറ്റവും വലിയ നായകനും മാൻ ഓഫ് ദ മാച്ചുമായ സാക്ഷാൽ സഞ്ജു സാംസൺ ഓടിക്കിതച്ച് രോഹിത് ശർമ്മയുടെ അടുത്തേക്കെത്തിയത്. സഞ്ജു അവിടെ എത്തിച്ചെയ്ത ആ ഒരൊറ്റ പ്രവൃത്തി ഇന്ത്യൻ ആരാധകരുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളുടെയും ഹൃദയം ഒറ്റയടിക്ക് കീഴടക്കി. മറ്റൊന്നും ചിന്തിക്കാതെ തികഞ്ഞ വിനയത്തോടെ പൂർണ്ണമായി കുനിഞ്ഞ് സഞ്ജു രോഹിത് ശർമ്മയുടെ പാദങ്ങളിൽ സ്പർശിച്ചു വന്ദിച്ചു. സഞ്ജുവിന്റെ ഈ അസാധാരണമായ ആദരവ് കണ്ട് ഒരു നിമിഷം അമ്പരന്നുപോയ രോഹിത് ഉടൻ തന്നെ സഞ്ജുവിനെ തന്റെ ഇരു കൈകളിലും കോരിയെടുത്ത് നിലത്തുനിന്ന് ഉയർത്തി തന്റെ നെഞ്ചോട് ചേർത്തുപിടിച്ചു. ഇത് കേവലം 2 കളിക്കാരുടെ മാത്രം സംഗമമായിരുന്നില്ല, മറിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിലെ മഹാനായ ഒരു ഗുരുവും അദ്ദേഹത്തിന്റെ ഏറ്റവും കഴിവുറ്റ ശിഷ്യനും തമ്മിലുള്ള അഭേദ്യവും നിസ്വാർത്ഥവുമായ സ്നേഹത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. അത് സംസ്കാരങ്ങളുടെ ഒരു പുതിയ ചരിത്രം തന്നെ രചിച്ചു. വികാരങ്ങളുടെ വേലിയേറ്റം അതിന്റെ കൊടുമുടിയിൽ നിന്നിരുന്ന അഹമ്മദാബാദിലെ ആ ചരിത്ര മൈതാനത്ത് രോഹിത് ശർമ്മയുടെയും സഞ്ജു സാംസണുടെയും ആ മാന്ത്രികവും വികാരഭരിതവുമായ കൂടിച്ചേരലിന് തൊട്ടുപിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദരവിന്റെയും കൃതജ്ഞതയുടെയും നിർവചനം എഴുതിച്ചേർത്ത മറ്റൊരു അവിസ്മരണീയ ദൃശ്യവും തെളിഞ്ഞുവന്നു. നിലവിലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ വിവേകത്തെയും ലോകത്തിലെ നമ്പർ 1 മാരക ബൌളറായ ജസ്പ്രീത് ബുംറയുടെ മാരക ആവേശത്തെയും കുറിച്ച് വെളിച്ചം വീഴ്ത്തിക്കൊണ്ട് രോഹിത് തന്റെ വാക്കുകൾ കൂടുതൽ വിപുലപ്പെടുത്തി. അഭിമാനത്തോടെ കൊണ്ട് അദ്ദേഹം തുടർന്നു, ഈ യുവനിരയെ സൂര്യ ഒന്നിപ്പിച്ച രീതിയും അവൻ നയിച്ച നിർഭയതയും ശരിക്കും പ്രശംസനീയമാണ്. സൂര്യയുടെ വലിപ്പം നോക്കൂ, ഞാൻ ഈ ടീമിന്റെ ക്യാപ്റ്റൻ അല്ലെന്ന് ഒരു നിമിഷം പോലും മൈതാനത്ത് അവൻ എന്നെ തോന്നിപ്പിച്ചില്ല. ഒരു ജ്യേഷ്ഠന് ലഭിക്കുന്ന അതേ ബഹുമാനമാണ് അവൻ എനിക്ക് എപ്പോഴും നൽകിയത്. പിന്നെ ജെസ്സി, അവനെക്കുറിച്ച് ഞാൻ എന്തു പറയാനാണ്? അവൻ ഈ ഇന്ത്യൻ ടീമിന്റെ ഉരുക്ക് നട്ടല്ലാണ്. ഇന്നിവർ രണ്ടുപേരും എന്നെ തങ്ങളുടെ ചുമലിലേറ്റി ആ ലോകകപ്പ് ട്രോഫി എന്റെ കൈകളിൽ നിർബന്ധപൂർവ്വം പിടിപ്പിച്ചപ്പോൾ എന്റെ വർഷങ്ങളായുള്ള തപസ്സും കഠിനാധ്വാനവും ഇന്നു ഫലവത്തായെന്ന് എനിക്ക് തോന്നി. ഈ ചരിത്രവിജയം എന്റേതല്ല, കൊടും ചൂടിൽ ചോരയും നീരുമൊഴുക്കി കഷ്ടപ്പെട്ട ഈ യുവാക്കളുടേതാണ്. സഞ്ജു സാംസണുടെ നീണ്ട പോരാട്ടം, സൂര്യയുടെ ക്യാപ്റ്റൻസി മികവ്, ബുംറയുടെ പന്തുകളുടെ മാന്ത്രിക പ്രഭാവം, ഇന്നീ 3 ശക്തികളും ചേർന്ന് ന്യൂസിലൻഡിന്റെ അഹങ്കാരത്തെ മണ്ണോട് സമമാക്കിയിരിക്കുന്നു. ഈ വിജയം ഓരോ ഇന്ത്യക്കാരന്റേതുമാണ്. ഭാരത് മാതാ കി ജയ്.
രോഹിത്തിന്റെ ഈ നീണ്ടതും രോമാഞ്ചമുണ്ടാക്കുന്നതുമായ വാക്കുകൾ സ്റ്റേഡിയത്തിൽ സന്നിഹിതരായ കാണികളെ മാത്രമല്ല ഡ്രസ്സിംഗ് റൂമിലിരുന്ന ഓരോ കളിക്കാരന്റെയും കണ്ണുകളെ ഈറനണിയിച്ചു. രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ട്രോഫി അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ക്ലോഷർ ആയിരുന്നു എന്ന് വ്യക്തമായിരുന്നു. രോഹിത്തിന്റെ ഈ വാക്കുകളും മൈതാനത്ത് കളിക്കാർക്കിടയിൽ കണ്ട ഈ സാഹോദര്യവും ടീം ഇന്ത്യ വെറുമൊരു ക്രിക്കറ്റ് ടീം മാത്രമല്ല, ഒരു വലിയ കുടുംബമാണെന്ന് തെളിയിച്ചു. രോഹിത്തിന്റെ കണ്ണുനീർ ഇന്ന് കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് സന്തോഷത്തിന്റെ കണ്ണുനീരായി മാറി. സഞ്ജുവിന്റെ ആ ആദരവും സൂര്യയുടെ ആ വലിപ്പവും ക്രിക്കറ്റ് ചരിത്രത്തിൽ എന്നേക്കുമായി അമർത്യമായി മാറി. സുഹൃത്തുക്കളെ, രോഹിത് ശർമ്മയുടെ ഈ കണ്ണുനീരിനെയും സഞ്ജു സാംസണിന്റെ കാൽ തൊട്ട് വന്ദിക്കുന്ന ആ സംസ്കാരത്തെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രോഹിത് ശർമ്മയാണ് ഈ ആദരവിന് ഏറ്റവും അർഹനെന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ലെജൻഡ് രോഹിത് ആൻഡ് ടീം ഇന്ത്യ റോക്സ് എന്നെഴുതി തീർച്ചയായും പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.